ആലപ്പുഴയിലാണിപ്പോൾ പോർവിളിയും വിപ്ലവവും ഒക്കെ നടക്കുന്നത്. വിപ്ലവ വീര്യത്തിൻ്റെ മണ്ണാണല്ലോ അവിടുത്തെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിൻ്റെ വിപ്ലവം എന്ന ഫേസ്ബുക്ക് പേജിൽ CPM നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം നടക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് CPM നേതൃത്വത്തിനെതിരെ ഇവരിപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന സംഘടനാ പ്രശ്നം ചെറിയ തോതിലെങ്കിലും പരിഹരിക്കുന്നതിന് നേതൃത്വം തയ്യാറാകാത്തതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും ചില നേതാക്കൾ പാർട്ടി വിട്ടുപോയാലേ കായംകുളത്ത് CPM നന്നാകൂ എന്നുമാണ് ഇവർ തുറന്നടിച്ചിരിക്കുന്നത്. പ്രതിഭ MLAക്കെതിരെ നേതൃത്വത്തിൽ ചിലരുടെ പിന്തുണയോടെ തുടങ്ങിയ ഉൾപ്പോര് മണ്ഡലത്തിൽ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ഏരിയ കമ്മിറ്റി തയ്യാറാക്കി മുൻഗണനാ അടിസ്ഥാനത്തിൽ MLAയുമായി കൂടിയാലോചിച്ച് നടപ്പാക്കുന്ന രീതി ഇല്ലാതായിട്ട് 7 വർഷം പിന്നിട്ടിരിക്കുന്നു. MLAയുമായുള്ള വ്യക്തിവിരോധം തീർക്കുന്നതിനായി ഏരിയ തല നേതാക്കൾ തുടങ്ങിവച്ച കുരുക്ക് നിലവിൽ നേതാക്കളുടെ കഴുത്തിൽ തന്നെ മുറുകിയതിൻ്റെ ഫലമാണ് മണ്ഡലത്തിൽ LDF 3ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ ഏരിയ ലോക്കൽ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ പാർട്ടിക്കെതിരായ അവമതിപ്പിന് കാരണമായി. ബാങ്കുകളിൽ നടത്തിയ ക്രമക്കേടുകളും മദ്യക്കച്ചവടക്കാരിൽ നിന്ന് കൈപ്പറ്റിയ അഴിമതിപ്പണവും കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധങ്ങളുമെല്ലാം പാർട്ടിയിൽ സാധാരണക്കാരുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം തൊഴിൽ വാഗ്ദാനം നൽകി കോഴ വാങ്ങിയതും സാമ്പത്തിക അഴിമതിയുമെല്ലാം ജനങ്ങളെ പാർട്ടിക്കെതിരായി ചിന്തിപ്പിച്ചു. സമൂഹത്തിന് മാതൃകയാകേണ്ട പാർട്ടി നേതാക്കൾ അഴിമതി, വ്യഭിചാരം, ആഭിചാരം, കൊട്ടേഷൻ, ലഹരി മാഫിയ ബന്ധം തുടങ്ങിയ വഴിക്ക് നീങ്ങിയപ്പോൾ ജനം കൈവിട്ടു. മുൻ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്ത ഭാര്യയെ മർദ്ദിച്ചതും ഭാര്യയുടെ പരാതിയിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചതും കരിയിലക്കുളങ്ങരയിലെ സത്യൻ കൊലപാതകം പാർട്ടിയെ ആസൂത്രണം ചെയ്തതായിരുന്നു എന്നത് പരാതിയായി തയ്യാറാക്കി ചാനലുകൾക്ക് നൽകിയതും പത്തിയൂരിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്ന അമ്മയും മകനും BDJS നേതാക്കളുമായി ചർച്ച നടത്തിയതായി വാർത്തയായി ചാനലുകൾക്ക് നൽകി നേതൃത്വവുമായി വിലപേശലിന് ശ്രമിച്ചതും വോട്ടർമാർക്കിടയിൽ പാർട്ടിയോടുള്ള വിശ്വാസം തകർത്തു. ദേശാഭിമാനിക്ക് പണം പിരിക്കുന്നതും പാർട്ടി ഫണ്ടും ലെവിയും പിരിക്കുന്നതുമല്ല സംഘടനാ പ്രവർത്തനമെന്ന് നേതാക്കൾ മനസ്സിലാക്കണമെന്നാണ് കായംകുളത്തിൻ്റെ വിപ്ലവം കുറ്റപ്പെടുത്തുന്നത്. ഏരിയ നേതാവിനും ജില്ലാ നേതാവിനുമെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവർ പാർട്ടിയിൽ നിന്ന് പോയാലേ CPM നന്നാകുമെന്ന് കുറ്റപ്പെടുത്തലുമുണ്ട്. ദേവികുളങ്ങരയിലെ പരാജയത്തിന് കാരണം കള്ളും പെണ്ണും മണ്ണുമായി നടക്കുന്ന നേതാക്കളാണെന്നും ഇവർ ആരോപിക്കുന്നു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ച അമ്മയെയും മകനെയും തിരിച്ചു കൊണ്ടുവന്ന് സംരക്ഷിച്ച നിർത്തിയപ്പോൾ പത്തിയൂരിലെ പാർട്ടിയെ ജനം കൈവിട്ടു. കഴിഞ്ഞ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പത്തിയൂരിൽ NDA കൈവരിച്ച മുന്നേറ്റത്തെ ഗൗരവമായി കാണാനോ തടയിടാനോ നേതൃത്വം ശ്രമിച്ചില്ല. ടൗണിൽ ഏരിയ സെക്രട്ടറിയുടെ ബൂത്തിൽ പോലും ജയിക്കാൻ പറ്റിയില്ല. കണ്ടല്ലൂർ ബാങ്കിൽ പ്ലാസ്റ്റിക് കസേരയ്ക്ക് പെയിന്റ് അടിച്ചും സ്വർണ്ണപ്പണയ തിരിമറിയിലൂടെയും ലക്ഷങ്ങൾ തട്ടിയവരെ സംരക്ഷിച്ച ജില്ലാ ഏരിയ നേതൃത്വത്തിനുള്ള തിരിച്ചടിയാണിതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. കൃഷ്ണപുരത്ത് CPM നേതാക്കളുടെ പരസ്യമായ BJP ബന്ധവും വിനയായിരിക്കുകയാണ്. കായംകുളത്ത് BJPക്ക് ഭൂരിപക്ഷം നേടിക്കൊടുക്കാൻ പരിശ്രമിച്ച നേതാക്കൾ മാന്യമായി ഒഴിഞ്ഞു പോകണമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്.